അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എൻ്റെ എൻട്രൻസ് സ്റ്റോറിയാണ്. എൻ്റെ എൻട്രൻസ് സ്റ്റോറി എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഡോക്ടറായി, ഞാൻ എന്തിന് ഡോക്ടറായി എന്നുള്ളതാണ്. ഞാനിത് 2ാം ക്ലാസ്സിൽ എന്നോട് ടീച്ചർ ചോദിച്ചു, എല്ലാവരോടും ചോദിക്കുമല്ലോ എന്താവണം ഭാവിയിൽ എന്നുള്ള രീതിയിൽ. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിൽ മുന്തസ് ടീച്ചറാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ GLP സ്കൂൾ മേൽമുറിയിലാണ് പഠിച്ചത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം? എല്ലാവരും പറഞ്ഞു ഇത് എന്താണ് കളക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പോലീസ് ആവണം, അതാവണം ഇതാവണം എന്നുള്ളത്. ഞാൻ അന്ന് എനിക്ക് പറഞ്ഞത് ഓർമ്മയുള്ളത് ഞാൻ ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷേ അന്ന് അത് ഞാൻ പറയാൻ കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നല്ല പൈസ ഉണ്ടാവും, പൈസ ഉണ്ടെങ്കിൽ പാരൻസിനെ നന്നായിട്ട് നോക്കാൻ പറ്റും. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാഴ്ചപ്പാടെന്നുള്ളത്. അതിന് ശേഷം ഞാൻ മെല്ലെ മെല്ലെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മളെ ചിന്തയിലുണ്ടാവും എൻ്റെ ഭാവിയിൽ എന്താവണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് എന്തായാലും ഭാവിയിൽ നമ്മൾ ആവുന്നത് ബാക്കിയുള്ളവർക്ക് കുറച്ച് ഉപകാരം ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു ജോബ് വേണം. പ്ലസ് അതിൻ്റെ കൂടെ എൻ്റെ പാരൻസിനെയും എൻ്റെ ഫാമിലിനെയും നോക്കണം. അതായത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ, അത് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പൈസയും വേണം, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റണം എന്നുള്ള രീതിയിലൊരു ജോബ്. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്സും പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൻ്റെ സമയത്ത് എന്തായാലും നമുക്കിപ്പോൾ ചെറിയ സബ്ജക്ട്സിനോട് ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി. ഈ ബയോളജി, കെമിസ്ട്രി അങ്ങനത്തെ സബ്ജക്ട്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് കാണാപ്പാഠം പഠിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൽ വേണ്ട കാര്യങ്ങളും പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യം മെമ്മറി വേണം. അപ്പോൾ ഇങ്ങനത്തെ കാണാപ്പാഠം പഠിക്കുന്ന കാര്യങ്ങളും നമുക്ക് ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടേണ്ടാത്ത കാര്യങ്ങളാണ്. അതായത് ഫിസിക്സ് അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങളോട്ടൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് അത്ര ഇല്ല. അതായത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളോടും അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള വേറെ സയൻറ്റിസ്റ്റ് അങ്ങനത്തെ മേഖലകളിലോട്ടൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായി. പക്ഷേ ആളുകളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അതായത് ഒരു ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒന്ന് ഈവൻ നമുക്കൊന്ന് സംസാരത്തിലൂടെ തന്നെ ആളുകളുടെ രോഗങ്ങൾ നമുക്ക് ഒരു പകുതി, ഒരു 50% മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഡോക്ടറാവണമെന്നൊരു ചെറിയൊരു ചിന്ത വന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളിപ്പോൾ എൻ്റെ പാരൻസ് ഡോക്ടേഴ്സൊന്നുമല്ല. എൻ്റെ പാരൻസ് ഒരു മിഡിൽ ക്ലാസ്, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതായത് ഉപ്പ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 ചെറിയ രീതിയിൽ വേറെ കോഴ്സും ചെയ്തിട്ട് പിന്നെ ഗൾഫിലോട്ട് പോയി. ഉമ്മ ആണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ ജസ്റ്റ് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അവർ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കണം. അതായത് അവർക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവരുടെ മക്കൾ വലിയ രീതിയിൽ ഉയരത്തിലെത്തണം എന്ന് ചിന്തിക്കുന്ന പാരൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു കോടികളൊക്കെ വേണ്ടി വരും ഒരു ഡോക്ടർ ആവാൻ, അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഈവൻ എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഡോക്ടറെ മക്കളെ ഡോക്ടർ ആവൂ, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ യൂണിവേഴ്സൽ ട്യൂഷനിൽ ചേർന്നു. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിൽ ട്യൂഷനിൽ ചേർന്ന ശേഷമാണ് അവിടുന്ന് ഓരോ കുട്ടികൾ വന്ന് അവരുടെ സ്റ്റോറി പറയും. അതായത് ഈവൻ പാവപ്പെട്ട മക്കളും, അതായത് ഈവൻ അവിടുത്തെ ഓരോ കുട്ടികളും എന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഒരാൾ നന്നായി തന്നെ ആ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു എന്നുള്ളത് പോലെയാണ്. അതുപോലെ ഞാൻ അൽഹംദുലില്ലാ ഞാൻ നന്നായാൽ എൻ്റെ ഫാമിലി രക്ഷപ്പെട്ടു എന്നുള്ളത് പോലെയാണ്. അപ്പോൾ അവിടുത്തെ ഓരോ കുട്ടികളും വന്ന് സ്റ്റോറി പറയുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻട്രൻസ് എന്നൊരു സംഭവമുണ്ട്. എൻട്രൻസിൽ തന്നെ അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ഫീസിൽ ഗവൺമെൻറ്റിൽ പഠിക്കാം. അതായത് ഈവൻ 24,000 25,000 രൂപയിൽ ഗവൺമെൻറ്റിൽ പഠിക്കുകയും ചെയ്യാം, നല്ല രീതിയിൽ ഡോക്ടർ ആവുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് എൻട്രൻസിനെ കുറിച്ച് മനസ്സിലായതും എനിക്ക് എൻട്രൻസിനോട് താല്പര്യം തോന്നി തുടങ്ങിയതും. ഈവൻ ഞാൻ നിസ്കാരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആ നിസ്കാരം നിസ്കരിച്ച് ഞാൻ +1 +2 അവിടെ ജോയിൻ ചെയ്തതും. +1 +2 അവിടെ ജോയിൻ ചെയ്തു. ഞാൻ ആദ്യത്തെ ഒരു പകുതി എൻ്റെ ഒരു സ്റ്റഡി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസം ഞാൻ നന്നായിട്ട് പഠിക്കും. പകുതിക്ക് വെച്ച് ഞാൻ അവിടെ ഉഴപ്പും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റ് ഞാൻ പഠിക്കും. അങ്ങനെ ഒരു സമ്പ്രദായമാണ് എൻ്റെ ഇതുവരെ ഉള്ളൊരു പഠനത്തിൻ്റെ സ്റ്റൈല് പോയിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പകുതി വെച്ചിട്ടുള്ള ഉഴപ്പലുണ്ടല്ലോ, ആ ഉഴപ്പലാണ് എനിക്ക് ചില രീതിയിൽ ബാക്കിലോട്ട് വരാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ എല്ലാ എക്സാമുകളിലും എനിക്ക് അത്യാവശ്യം നല്ല റാങ്കുകളൊക്കെ വന്നു. ലാസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ +1 +2 ചെയ്ത സമയത്ത് ഞാൻ രണ്ടും കൂടി നോക്കി. അതായത് +1 ബോർഡ് എക്സാമും അതേപോലെ എൻട്രൻസും ഒരുപോലെ നോക്കിയത് കാരണം എനിക്കിപ്പോൾ രണ്ടിലും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇത് രണ്ടിലും പകുതി പകുതി ആയിപ്പോയി. ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നിൽ മിന്നിക്കാൻ കഴിയും. അതായത് അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻട്രൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടാൻ കഴിയും. ഈവൻ എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്നൊരു കുട്ടിക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എവിടെയും ചോദിക്കാൻ പോകുന്നില്ല. എൻ്റെ +2 മാർക്ക് ഇവിടെ ഒരാളും ചോദിച്ചിട്ടില്ല. എനിക്ക് 10ാം ക്ലാസ്സിലെ മാർക്ക് മേ ബി എപ്പോഴെങ്കിലുമൊക്കെ ജസ്റ്റ് ആരൊക്കെ 10+ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ചോദിക്കും. അല്ല ഈവൻ 10ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ് പോലും നമുക്കിപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. +2 സർട്ടിഫിക്കറ്റ് എവിടെയും ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും കോഴ്സിന് അഡ്മിഷന് വേണ്ടിയിട്ടോ അങ്ങനെയാണ്. അതായത് എൻട്രൻസ് എക്സാമിന് +2ൻ്റെ മാർക്ക് ജസ്റ്റ് പാസ് മാത്രം മതി, അല്ലാതെ +2ൻ്റെ മാർക്ക് എവിടെയും ചോദിക്കുന്നില്ല. ഈവൻ 84 അല്ലെങ്കിൽ 70% ആളുകൾ പോലും എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ഗവൺമെൻറ്റിൽ MBBS പഠിക്കുന്ന ചരിത്രമുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് +2ൽ 94% ആയിരുന്നു ഉണ്ടായിരുന്നത്, 5+. പക്ഷേ ആ മാർക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ എൻട്രൻസ് എക്സാമിന് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ +1 +2ൽ തന്നെ എനിക്ക് എൻട്രൻസിൻ്റെ കോച്ചിങ് കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ എൻട്രൻസ് വൈസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിലൊക്കെ ആ ടെസ്റ്റിൻ്റെ സമയത്ത് മാത്രം ഒന്ന് പഠിക്കും. ആ ഉഴപ്പുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഉഴപ്പുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ചെറിയ രീതിയിൽ ഉഴപ്പും. പിന്നെ ഫോണൊക്കെ കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡേ സ്കോളറായിരുന്നു, +1 +2 ഡേ സ്കോളറായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ കുറേ ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡേ സ്കോൾ അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന സമയത്തൊക്കെ ചില സമയത്ത് ലിഫ്റ്റൊക്കെ കിട്ടൂലേ, ഈവൻ അവരൊക്കെ എൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ +1 +2 നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതായത് പാരൻസിനോട് പറയാനുള്ളതാണ്, എനിക്ക് എൻ്റെ പാരൻസിന് ഇപ്പോഴത്തെ ഫീസ് വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും +1 +2 എനിക്ക് വലിയ യൂണിവേഴ്സിറ്റി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഞാൻ അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്കോളർഷിപ്പിൻ്റെ കൂടെ അന്നത്തെ ഫീസ്, അതായത് ഞങ്ങൾ തുടക്ക ബാച്ച് ചെയ്തുകൊണ്ട് ആ ഫീസ് എനിക്ക് കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അവിടെ ചേരാൻ കാരണം. പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ് ആണ്. അത് നിങ്ങളുടെ തീരുമാനമാവരുത് എന്നും കൂടി എനിക്ക് പറയാനുള്ളത്, പാരൻസിനോട് പറയാനുള്ളതാണ്. ഒരിക്കലും അത് നിങ്ങൾ ബാക്കിയുള്ളവർ, അതായത് കുട്ടികളെ അടിച്ചേൽപ്പിച്ച് അങ്ങോട്ട് വിടരുത്. കാരണം കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ട് താല്പര്യമുള്ളൂ. അപ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റും കൂടി ചോദിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രൻസിന് വിടുക. അവർ ഈവൻ കോച്ചിങ്ങിനാണെന്നുണ്ടെങ്കിലും ചേർക്കുക. അവർക്കത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് വിടാനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ അല്ലാതെ അതായത് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാകും. ഒരു 70% 80% ആൾക്കാരും ഇത്രയും വലിയ തുക, അതായത് +1 +2ൻ്റെ കൂടെ ചിലപ്പോൾ ഇപ്പോഴത്തെ ഫീസ് അത്യാവശ്യം നല്ല ഉണ്ട്. അതായത് ഈവൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നല്ല ഫീസുണ്ട്. അതായത് +1 +2ൻ്റെ കൂടെ കോച്ചിങ്ങും കൂടി അവിടെ പഠിക്കാനായിട്ട്, അതായത് ഈ 3 ലക്ഷം 5 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഇതും കൂടി, അതായത് ഹോസ്റ്റലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 5 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ പോവുക, പക്ഷേ നിങ്ങൾ എൻട്രൻസും കൂടി ഫോക്കസ് ചെയ്യുക. അവിടെ തന്നെ കുറേ കുട്ടികളുണ്ട് +1 +2 ഗവൺമെൻറ്റിൽ പഠിച്ചിട്ട് അതിൻ്റെ കൂടെ +2ൻ്റെ കൂടെ തന്നെ ക്രാക്ക് ചെയ്ത കുട്ടികളും ഉണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ +1 +2 അതായത് 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവർ യൂണിവേഴ്സിലോട്ട് വരും. യൂണിവേഴ്സിലോട്ട് അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ലൈബ്രറിയിലോട്ട് വന്നിട്ട് ബുക്കുകൾ റെഫർ ചെയ്യും, എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യും. അവർക്ക് അത്രത്തോളം വിഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബുക്കുകൾ റെഫർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എൻട്രൻസിൻ്റെ കൂടെ അതായത് കോച്ചിങ്ങിൽ തരുന്ന കാര്യങ്ങളും കൂടി പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് +1 +2 കുട്ടികളോട് പറയാനുള്ളത്.
അതിനുശേഷം ഞാൻ എന്തായാലും എനിക്ക് +1 +2 കഴിഞ്ഞു. എനിക്ക് റാങ്ക് വന്നത് ഓൾ ഇന്ത്യ റാങ്ക് 38,000 ആയിരുന്നു. അന്നത്തെ ഒരു 9,000 താഴെ റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ്റിൽ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കേരള റാങ്ക് എനിക്ക് വന്നത് 10,000 എന്തോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഗവൺമെൻറ്റിൽ കിട്ടില്ല, പ്രൈവറ്റിൽ മേ ബി കിട്ടാം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും പ്രൈവറ്റിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല, ഗവൺമെൻറ്റിൽ നോക്കാം. കാരണം നമുക്ക് എനിക്ക് അവിടെ +1 +2 പഠിച്ചു, എൻട്രൻസ് എഴുതിയപ്പോൾ തന്നെ ഞാൻ എൻട്രൻസ് എഴുതി കഴിഞ്ഞ് വന്നിട്ട് ഉമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പോഴാണ് എൻട്രൻസ് എങ്ങനെ എഴുതൽ എന്നുള്ളത് മനസ്സിലായത് എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ തന്നെ നമുക്ക് ഫീസില്ലായിരുന്നു. അതായത് +1 +2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായതുകൊണ്ടും ഇത് എൻട്രൻസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടായതുകൊണ്ടും അവിടെ എനിക്ക് ഫീസ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി. അപ്പോഴും ഡേ സ്കോളറായിരുന്നു. ആദ്യത്തെ 6 മാസം എന്തായാലും ഡേ സ്കോളറായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഡേ സ്കോളർ ആയ സമയത്തും ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്തു. ഫിസിക്സൊക്കെ നമുക്ക് എത്രത്തോളം എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്റ്റ് ഫിസിക്സാണ്. ഫിസിക്സും പിന്നെ കെമിസ്ട്രി കുഴപ്പമില്ല, അതുപോലെ ബയോളജിയും കുഴപ്പമില്ല. കാരണം അത് രണ്ടും കാണാപ്പാടാണ് അധികം പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ലോജിക്സും യൂസ് ചെയ്യുക, പിന്നെ നമുക്ക് കുറേ ട്രിക്സുകൾ യൂസ് ചെയ്യാം, അങ്ങനെ ഇതാക്കാം. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൺസെപ്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ കൺസെപ്റ്റ്സ് ഉണ്ടാക്കി. പക്ഷേ ഈവൻ ഞാൻ അതിലും കുറേ ട്രിക്സുകൾ ഞാൻ സ്മാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇക്വേഷൻ എന്തായാലും നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വേഷൻ മാക്സിമം ഞാൻ കാണാപ്പാഠം പഠിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതായിട്ട് രീതിയിൽ മാത്സ് ഞാൻ വീക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ മാത്സ് സ്പീഡാക്കാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അതായത് ജീൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് 9.8 വാല്യൂ ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും ചെറിയ ഷോർട്ടായിട്ടുള്ള ഇക്വേഷൻ ആക്കിയിട്ട് എത്ര പെട്ടെന്ന് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ഞാൻ ഫാസ്റ്റാക്കി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു 5 വർഷത്തെങ്കിലും അല്ലെങ്കിൽ 3 വർഷത്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആയിരുന്നു, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ അധികം റെഫർ ചെയ്തിരുന്നത് എന്ന് പറയാം. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം പ്രീവിയസ് ഇയർ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ആണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈവൻ എൻട്രൻസ് എക്സാമിലാണെന്നുണ്ടെങ്കിലും 70 to 80% പ്രീവിയസ് ഇയർ ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏത് വർഷമായാലും ഏത് കാലമായാലും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 70 to 80%, അതായത് പ്രീവിയസ് ഇയർ ടോപ്പിക്സ് തന്നെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അന്ന് ഞാൻ ചെയ്തിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉഴപ്പുന്നൊരു ടൈം ഉണ്ടല്ലോ, ആ ഉഴപ്പുന്ന ടൈം ഞാൻ ഹോസ്റ്റലിൽ കയറി. അതുവരെ എൻ്റെ ഹോസ്റ്റലിനെ കുറിച്ചുള്ള ചിന്ത മാറ്റിയതും യൂണിവേഴ്സലാണ്. എൻ്റെ വിചാരം ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക, കാരണം പഠിക്കാനുള്ള സമയം അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിരുന്നു. അവിടുത്തെ ഹോസ്റ്റൽ ഏറ്റവും ബെസ്റ്റായിരുന്നു. കാരണം ലാസ്റ്റ് 4 മന്ത് ഞാൻ അവിടെ ചേർന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരുന്നു. കാരണം എനിക്ക് ഒരു സമയം പോലും നഷ്ടപ്പെടാൻ പറ്റാതെ എല്ലാ ഇബാദത്തുകളും കൃത്യസമയത്ത്, അതായത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ ലൈഫിലൊരു ചിട്ടയുണ്ടായി, ഈവൻ ഒരു വൃത്തി നമ്മുടെ ലൈഫിലുണ്ടായി ആ ഹോസ്റ്റലിൽ ചെന്നുകൊണ്ട് മാത്രമാണ്. കാരണം അത്രയും നല്ലൊരു ചിട്ടയോടുള്ള നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഹോസ്റ്റൽ ലൈഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈവൻ പട്ടാളച്ചിട്ട എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ഈവൻ ഒരു ചിട്ട വേണം. എന്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഈവൻ ബെഡ് വിരിക്കുന്നതാണെങ്കിലും, ഒരു വൃത്തിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സമയത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, എല്ലാ കാര്യത്തിലും ചിട്ടയുണ്ടാകും. ഈവൻ അവിടെ പഠിക്കുന്ന ഏകദേശം എല്ലാ കുട്ടികളും അത്യാവശ്യം നല്ലൊരു ചിട്ടയുള്ള കുട്ടികളായതുകൊണ്ട് അവരുടെ ക്യാരക്ടറും നമുക്ക് നല്ല നല്ല രീതിയിൽ അസസ് ചെയ്യാൻ പറ്റും. നമ്മൾ അവരെ പോലെ ആകാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല കുട്ടികളെ, നല്ലൊരു അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ ഇസ്ലാമിക കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് മഗ്‌രിബിൻ്റെ സമയത്ത് ഖുർആൻ ഓതും, യാസീൻ സൂറത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഓതും. അതുപോലെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതുപോലെ നോമ്പ് കൃത്യമായിട്ട് നോക്കാറുണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാൻ പറ്റിയാൽ ചില ദിവസങ്ങളിൽ നോൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻട്രൻസിൻ്റെ ലാസ്റ്റ് ഒരു 7 ഡേയ്സ് നിസ്കരിച്ച നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം. ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ച് ഞാനൊരു വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം.
കാരണം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ച്. ഹാജത്ത് നിസ്കാരം ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് പറയാം. 12 റക്അത്ത് നിസ്കാരമാണ്. അത് മിഡ് നൈറ്റിലാണ് നിസ്കരിക്കേണ്ടത്. 12 റക്അത്ത് നിസ്കരിക്കും അത് പൂർണ്ണ രൂപം 2 റക്അത്തും നമുക്ക് നിസ്കരിക്കാം. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ 2 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്താണ് ഓതേണ്ടത്. അത് ഓതി കഴിഞ്ഞ ശേഷം നമ്മൾ യാബദൂദ് യാബദൂദ് എന്ന് തുടങ്ങുന്നൊരു ദിക്റുണ്ട്. അത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക അള്ളാഹുവിനോട്. അപ്പോൾ അങ്ങനെയാണ് ഹാജത്ത് നിസ്കാരത്തിൻ്റെ രൂപം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ മേ ബി ചെയ്യാം. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അവിടെയുള്ള മോട്ടിവേഷനായിട്ടുള്ള ഓരോ ആളുകൾ വരുമ്പോഴും നമുക്ക് മോട്ടിവേഷനായിരുന്നു. ഇന്നത്തെ പോലെ അന്നത്തെ നമുക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഫോണൊന്നും യൂസ് ചെയ്യാനുള്ള ഇത് ഹോസ്റ്റലിലുണ്ടായിരുന്നില്ല. അതും ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് ജസ്റ്റ് നോക്കിയ ഫോൺ മാത്രം നമുക്ക് വിളിക്കാനായിട്ട് തരും. അതും വാർഡൻ്റെ ഫോണാണ്. നമുക്കായിട്ട് ഫോണൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഒരു പുറത്തോട്ടുള്ളൊരു ഇത് ഉള്ളത്. പിന്നെ പാരൻസ് വരുന്ന സമയത്ത് കാണാം. അപ്പോൾ നമുക്ക് ചിന്തകൾ മാത്രം. എൻ്റെ പാരൻസ് ചെയ്തിരുന്നത് ഈവൻ എന്ത് വലിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ അറിയിക്കാറില്ല. അവർ എൻ്റെ പഠനത്തിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഇതാക്കാറുണ്ട്. ഈവൻ ഞാനാണെന്നുണ്ടെങ്കിലും എനിക്കെന്ത് വിഷമമുണ്ടെന്നുണ്ടെങ്കിലും വലിയ വിഷമമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും. അല്ലാതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഞാൻ ഓക്കെയാണ്. അതായത് എന്തെങ്കിലും ചെറിയ മാർക്കാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് മാർക്ക് കുറഞ്ഞു കുഴപ്പമില്ല, അടുത്ത എക്സാമിന് ഞാൻ നല്ല രീതിയിൽ പഠിക്കും, നല്ല രീതിയിൽ മാർക്ക് വാങ്ങും എന്നുള്ള രീതിയിൽ അവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. നമുക്കും അവിടെ നിന്ന് സംസാരിക്കുന്ന പാരൻസ് സംസാരിക്കുന്ന ഇവരുണ്ടാവല്ലോ, അവരും കുട്ടികൾക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുക. അങ്ങനെ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. അങ്ങനെ എൻട്രൻസിൻ്റെ ഡേനെ കുറിച്ച് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ഓൾറെഡി ലെങ്തിയറായി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.